ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ദയവ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യം കാണുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒത്താടേ, ഒത്തെങ്കിൽ ഒത്തെന്ന് പറയും. ഞാൻ നിങ്ങൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ പ്ലീസ്. ഇന്നത്തെ നമ്മളുടെ ആധികാരികമായിട്ടുള്ളൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷുന ചേച്ചിയുടെ ഡ്രമാറ്റിക് സാധനമാണ്. ഷുന ചേച്ചി പറഞ്ഞ ആ പ്രത്യേകിച്ചുള്ള സംഗതിയാണ് നമ്മൾ ഇന്നെടുത്ത് വെച്ച് വിശകലനം ചെയ്യാൻ പോകുന്നത്. അതെ, ഞാൻ ഒരു കാര്യം പറയാം. സജിനയ്ക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരണ്ട. സജിനയ്ക്കും അവൾക്കും ഞാൻ സപ്പോർട്ടല്ല. ഓക്കെ, ഞാൻ ആദ്യമേ അതങ്ങ് പറഞ്ഞു വെച്ചില്ല. ഇനിയിപ്പോൾ സജിനയുടെ പാലാട്ടിയാണ് ഞാനൊന്നും പറഞ്ഞുകൊണ്ട് വരും. പൂക്കുട്ടിയും സജിനയും തമ്മിൽ ഡിങ്കോ കളിച്ചെങ്കിൽ അത് പൂക്കുട്ടിയുടെ വൈഫിൻ്റെ പ്രശ്നം, സജിനയുടെ എക്സ് ഹസ്ബൻഡുമാരുടെ പ്രശ്നം. എൻ്റെ പ്രശ്നമല്ല അത്. എൻ്റെ പ്രശ്നം ഈ പറഞ്ഞ സുന ചേച്ചിയോട് പറഞ്ഞ ടെസ്റ്റാണ്. സുന ചേച്ചി ഇന്ന് ഭയങ്കര കരച്ചിലൊക്കെ വന്നിരുന്ന് കാര്യം പറയുന്നു ഗൈസ്. അല്ലടി മോളെ, നീ ഭയങ്കര ധൈര്യശാലിയല്ലേ? നീ ആറ്റമ്പും പോണം, ആരെയാണ്ട് അടിക്കും വെട്ടും കുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നോളല്ലേ? നീ ഇങ്ങനെ കറിയാൻ പാടുണ്ടോ? തേട്ടാണത്. കറിയാൻ പാടില്ല കുട്ടി, കറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ DRDCയിലേക്ക് ഒന്ന് വിളിച്ച് ചോദിച്ചു, ചേച്ചി അവിടെ ഇങ്ങനെ ഒരു സാധനം കേൾക്കുന്നുണ്ടല്ലോ, ഇതിൽ വല്ല സത്യാവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഇത് ലോങ് ടൈം പ്രോസസ്സാണ്. ഐ തിങ്ക് എത്ര മിനിറ്റ്, 8 മിനിറ്റോളം എനിക്ക് അവരോട് സംസാരിക്കേണ്ടി വന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ DDRC പറഞ്ഞ ഒരു സാധനം, ഈ പറയുന്ന സംഗതി അവിടെ നേക്ക് ഗൊത്തിയില്ല. അതായത് അവിടെ ഇങ്ങനൊരു ടെസ്റ്റ് ചെയ്യുന്നില്ല. ഡ്രഗ്സ് ടെസ്റ്റ് ഉണ്ട്. അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ ഈ പറയുന്ന ലിക്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യത്തിൻ്റെ അംശമുണ്ടോ എന്നുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. DDRCയിൽ ഞാൻ പോയ രേഖ ഈ രേഖയാണെന്ന് പറഞ്ഞ സെച്ചി അവിടെ അങ്ങനെ ഒരു സാധനം ചെയ്യുന്നില്ല എന്നുള്ള വോയിസാണ് നിങ്ങൾ കേൾക്കാൻ വേണം. പിന്നെ ഈ വേറെ സ്ഥലത്തും കൂടെ അവർ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു അറിവിൽ 3-4 ബ്രാഞ്ചുകളിൽ ഞാൻ അന്വേഷിച്ചു. ഉള്ളൂരിൽ അന്വേഷിച്ചിട്ടില്ല, കഴക്കൂട്ടം ബ്രാഞ്ചിൽ അന്വേഷിച്ചു, എല്ലായിടത്തൊക്കെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സാധനം അവർ ചെയ്യുന്നില്ല. പറമളെ ഒരു ഇതുണ്ടെങ്കിൽ എടുക്കുവന്നതിനപ്പുറം MDMA-യുടെ ആ ഒരു സിന്തറ്റിക് ഡ്രഗിന്റെ ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം. അതില്ലാന്ന് തന്നെയല്ലേ ഉത്തരം? അതെ, കൺഫേം ഉള്ളൂര് വല്ലതും ഉണ്ടോന്ന് മാമനെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് കൺഫേം ചെയ്തിട്ട് മാമിനോട് പറയാം. തീർച്ചയായും. കഴക്കൂട്ടത്ത് എന്തായാലും ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത്. അതെ, തിരുവനന്തപുരത്തില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഓക്കെ, തിരുവനന്തപുരം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് പോർഷൻ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ 3 വട്ടം വിളിച്ച്. ആദ്യം ഈ കൊച്ച് കേട്ടോടത്തേക്ക് ടക്ക് ചെയ്തിട്ട് ഓടിക്കളഞ്ഞു. രണ്ടാമത് ഞാൻ വീണ്ടും വിളിച്ചപ്പോഴത്തേക്ക് കൊച്ച് ആരാ എന്താന്ന് ചോദിച്ചു. അഡ്രസ്സ് പറഞ്ഞു, ഫോൺ നമ്പർ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറയാൻ തയ്യാറായി. മൂന്നാമത് വീണ്ടും ആരുടെടുത്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടേ പറയുള്ളൂ എന്ന് പറഞ്ഞു. മോളെ, നിൻ്റെ ഉടായിപ്പ് പരിപാടിക്ക് നീ എവിടെയെങ്കിലും കൊണ്ടുപോയി. എന്നാലും എൻ്റെ പത്രക്കാരെ, നിങ്ങൾക്കൊരു ധർമ്മമില്ലയോ? ഇതൊക്കെ അന്വേഷിക്കണ്ടേ? ഇതൊക്കെ അന്വേഷിക്കണം. അന്വേഷിക്കാതെ അങ്ങോട്ടിരുന്നോണ്ട് പറയരുത്. നീ എന്തെങ്കിലും ചെയ്യടേ. നിൻ്റെ ദേഹത്ത് MDMA ഉണ്ടായാൽ ഇവിടെ എന്ത്? നീ ഇനി MDMA വലിച്ചാൽ ഇവിടെ എന്ത് വാഴയാൽ എന്ത്? കൂട്ടുകാരികൾ തമ്മിൽ തല്ലുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും വിളിച്ചു പറയും. അതല്ല, നീ സിഗരറ്റ് ഊതി വലിച്ച് വിടുന്നത് ഞാൻ വിറ്റ്നസ് ആയതാണ്. അതിനകത്ത് നീ എന്ത് ചേർത്ത് എന്നുള്ളത് അത് നിൻ്റെ കാര്യം. നമ്മളത് കണ്ടിട്ടില്ല, കാണാത്ത കാര്യം നമ്മൾ പറഞ്ഞുകൂടല്ല. അതല്ല അവിടെ നിച്ചട്ട് എന്തരാ നീ അതിനകത്ത് പറയുന്നുണ്ടല്ലോ പി, അതെന്തരി? അതൊന്ന് കേൾക്കാമല്ലയോ? ഇതൊക്കെ സത്യം എന്താണെന്നറിയാമോ? കോമൺ സെൻസ് ഈസ് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് വി നീഡ് ടു ഹാൻഡിൽ. അന്നെ വെല്ലുവിളിച്ചെങ്കിലും ഞാൻ കുറേയൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആ സമയത്ത് എടുത്ത ബ്ലഡ് എൻ്റെ MDMA ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ റിപ്പോർട്ടാണ് ഇത് ഞാൻ സെൽഫായിട്ട് എടുത്താണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് DDRCയിലാണ് ചെയ്തത്. ഇതിൻ്റെ ആക്സസ് നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചു. അത് ചോദിക്കണം ഗൈസ്, അത് ചോദിക്കണം. ഇതിന്റെ ഭാഗമായിട്ട് പൊതുസമൂഹം വെല്ലുവിളിച്ചതിന്റെ ഭാഗമായിട്ട് എന്റെ വീട്ടില് റെയ്ഡ് ഉണ്ടായി. എക്സൈസ് കമ്മീഷണറുടെ റെയ്ഡാണ്. ആ റെയ്ഡില് ക്ലിയർ ചീട്ടാണ് എനിക്ക് തന്നേക്കുന്നത്. എന്റെ വീട്ടിൽ നിന്ന് വ്യാജമൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത്. അത് പിന്നെ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടില്ലേ? തൂഫാൻ എപ്പോഴും ലേറ്റാടി, അതാണ് സംഭവിച്ചിട്ടില്ല. അവരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇടപെട്ടിട്ട് പോയത്. ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ കോപ്പറേറ്റ്. എന്തിനൊക്കെ കരയണ? ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മാഭിമാന പ്രശ്നമുണ്ട്.
നാളെയും ഒരാൾക്കെതിരെയും ഇതുപോലെ ഒരു വ്യാജ ആരോപണമോ അലിഗേഷനോ വരുമ്പോ ആരും പിന്മാറാതെ, പേടിച്ച് പിന്മാറാതെ അവരവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാനുള്ളതാണ്. 2.5 ആഴ്ചയായിട്ട് ഞാൻ എന്റെ ജോലികളൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ കോടതിയിലും കേസും കാര്യങ്ങളുമായിട്ട് നടക്കാണ്. അല്ലല്ല, ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം പറയുന്നില്ല. 23-ാം തീയതി എങ്ങാണ്ട ഇവളെ ആരാണ്ട് കിഡ്നാപ്പ് ചെയ്യാൻ അവിടെ ചെന്ന് കയറിയെന്നു. അവളുടെ വീട്ടിൽ, അവളെ പറമ്പിൽ കയറിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഉടനെ ഇവൾ എന്തിരിയെന്നറിയാമോ? വീരപുരുഷാങ്കന പോലീസിനെ വിളിച്ചെന്ന്. നമ്മളോടത്ത് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ചെബീന ബീവി, എടീ കൊരങ്ങ് മാറി, നീഞ്ഞു വാടി, നിന്നെ ഞാൻ വെട്ടിക്കൊല്ലുമടി, നിന്നെ ഞാൻ കുത്തുമടി. എന്ത് തള്ളേ, ആമ്പിള്ളേരൊന്ന് വിളിച്ചപ്പോൾ ഇറങ്ങാൻ വയ്യേ? അതെന്ത്? ഞാനാകുമ്പോൾ എളുപ്പമുണ്ടല്ലേ എടി. നീ ഇങ്ങനെ ഇരുന്ന് ഇരവാദം പറയുമ്പം ഈ പാവപ്പെട്ട എൻ്റെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കടി. ആരുമില്ലാത്ത, വിധവയായ, കാൽ വയ്യാത്ത ഒരു പാവ സ്ത്രീയെ നീ ഇങ്ങനെ മാനസികമായി തകർക്കാൻ പാടുണ്ടോ സേച്ചി? പറ സേച്ചി. എനിക്ക് ഇന്നലെയും ഫേസ്ബുക്കിലൊരു കമൻ്റ് ഉണ്ട്. എന്തിനെന്നറിയാമോ? നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങളെ ദിയാസന ടാർഗറ്റ് ചെയ്തെന്ന്. എന്ന് വെച്ചാൽ ഇവളെന്നെ കാണുന്നെടുത്തിട്ട് വെട്ടുമെന്ന്. ഞാൻ ഒളിച്ചിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഒളിച്ചിരുന്നാൽ പോലും ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്നാണ്, വാടാ വാടാ വാടാ, ഒരു കൈ നോക്കാം എന്ന് തന്നെയല്ലേ. നീ എന്തിനടി പോലീസിനെ വിളിക്കണ? നല്ല കൈയും കാലും തണ്ടും തടി ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ. 10 പേരൊക്കെ വന്നാൽ ഇടിച്ചിട്ടൂടെ എനിക്ക്? നീ ഭയങ്കര കുണ്ടിയല്ലേ? അതൊന്തിനോടി നീ അവിടെ അങ്ങനെ കിടന്നൊരു താളം ചവിട്ടിയേ? അത് മനസ്സിലായിട്ടില്ല. എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, ദേ ദിയാസന പിന്നെ പ്രസ് ക്ലബ്ബിൽ പ്രസ് മീറ്റ് നടത്തുന്നു, ഇതിൻ്റെ ഒരു റിയാക്ഷൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്തതാണ്. സീരിയസ്ലി ഗൈസ്, there is no need of any kind of reaction all this. ഇതൊക്കെ റബ്ബിഷാണെന്നും അട്ടർ നോൺസെൻസ് ആണെന്നും മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. ചിലയ്ക്കാതെ പോയ സിന്തറ്റിക് ഡ്രഗിനുള്ള ഈ റിപ്പോർട്ട് എടുത്തുകൊണ്ട് വരിക, എങ്കിൽ വിശ്വസിക്കാം. DRDCയിൽ നീ എടുത്തതിൻ്റെ ബാക്കി സാധനങ്ങൾ ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടെ. വെരിഫിക്കേഷൻ ഇൻഡീഡ്. നിൻ്റെ വീട്ടിൽ പോലീസ് കയറിയിട്ടുണ്ടെങ്കിൽ പോലീസിന് പൂർണ്ണ ബോധ്യമായിട്ടുണ്ട് നീ ആ ഡീലറിലും ഉണ്ട് എന്നുള്ളത്. പിന്നെ വീട്ടിൽ നിന്ന് കിട്ടിയിരുന്നു. പിന്നെ ഇതൊക്കെ പറക്കി മാറ്റാൻ നിനക്ക് എത്രയോ സമയം നമ്മൾ തന്നേക്കുന്നു. കാണിച്ചത് മുഴുക്ക ഉടായിപ്പി തരമല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ എന്തായാലും വിളിച്ച് ചോദിച്ചെടുത്തെന്ന് എനിക്ക് വന്ന ഇൻഫോർമേഷൻ 100% തിരുവനന്തപുരത്ത് എവിടെയും ഇതില്ല. ഇനിയിപ്പോൾ ഉള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തനിച്ചുണ്ട് എന്നാവില്ലെന്ന് അന്വേഷിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഓൾമോസ്റ്റ് നോ എന്ന് തന്നെ വരാനാണ് ചാൻസ്. കാരണം DRDC ഈ ഒരു സാധനം ചെയ്യുന്നില്ല. ഡ്രഗ് എന്ന രീതിയിൽ ഇവൾ എടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഈ മദ്യത്തിന് എതിരെയുള്ള സാധനമാണ്. അതല്ല ഞങ്ങൾ ചോദിച്ചത്, അതല്ല സജിനയും പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞതും സജിന പറഞ്ഞതും ഒക്കെ MDMA എന്ന് പറയുന്ന സിന്തറ്റിക് ഡ്രഗിൻ്റെ പറ്റിയിട്ടാണ്. അതിനെപ്പറ്റി നീ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആ ടെസ്റ്റ് നടത്തുന്ന സ്ഥലവും കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പം ഇതുപോലൊരു സാധനം 5500 രൂപയ്ക്ക് നമ്മുടെ ഹെൽനോസ് പാട്ട് എടുത്തിട്ടുണ്ട് ഏതൊരു ഹോസ്പിറ്റലിൽ പോയിട്ട്. അവളുടെ ഒരു വീഡിയോയ്ക്കകത്ത് ഹെലൻ അത് പറയുന്നുണ്ട്. അത് ആണ് ഇവളും ചെയ്തിട്ടുള്ളത്. അതിവിടെ എടുത്തില്ല. ആ സാധനം എന്ന് പറയുന്നത് കള്ളിൻ്റെ അളവാണ്, മദ്യത്തിൻ്റെ അളവ്. അത് ബോഡിയിൽ മിക്കവാറും പോലീസിൻ്റെ വെരിഫിക്കേഷൻ പോലും ഇല്ലാതെ തന്നെ എടുക്കാൻ പറ്റും. സിന്തറ്റിക് ഡ്രഗിൻ്റെത് വേണമെങ്കിൽ അതിന് തകുന്ന രീതിയിലുള്ള പേപ്പർ വർക്ക് നീക്കിയാൽ മാത്രമേ കിട്ടുകയുള്ളൂ ആ സർട്ടിഫിക്കേഷൻ. പറ്റിക്കുമ്പോഴും ഉടായ്പ് പറയുമ്പോഴും ഇപ്പുറത്ത് നിൽക്കുന്നവർ ഉണ്ടമ്പൊരി തിന്നുന്നവരല്ല, ചോറ് തിന്നുന്നവരാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിനിപ്പം രാത്രി വന്ന് മൊബൈലും വെച്ചോണ്ടിരുന്നിട്ട് എടീ കൊരങ്ങ് മാറി, നിന്നെ ഞാൻ വീട്ടിൽ കയറി തട്ടുമടി, നിന്നെ ഞാൻ പിച്ചി കീറുമടി, നിന്നെ ഞാൻ റോട്ടിലിട്ട് തല്ലുമടി, എന്നിട്ട് ഞാൻ ജയിലിൽ പോകുമടി. വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കണം സോനു, ഒന്നായിരിക്കണം. കാൽ സ്വാധീനമില്ലാത്ത ഒരു വ്യക്തിയെ ആശയപരമായ തർക്കമുള്ളതിൻ്റെ പേരിൽ വീട്ടിൽ കയറി തല്ലുമെന്ന് പറഞ്ഞ നിന്റെ വീട്ടിൽ ആൾ കയറുമ്പോൾ പോലീസിനെ വിളിക്കുന്നത് എന്തടിസ്ഥാനത്തിൽ? അതിനുള്ള യോഗ്യത നിനക്കുണ്ടോ? പച്ചത്തെറിയും അറുപാണിത്തരവും അവിഹിതങ്ങളും അനാവശ്യമായ വെറും വൃത്തികേടുകളും എനിക്കെതിരെ പടച്ചുവിട്ട നീ തെളിവ് വെച്ചാണോ സംസാരിച്ചത്? എന്നെ പറഞ്ഞു നിന്റെ വീട്ടിൽ ഞാൻ കയറി, നിന്റെ കുടുംബത്തിൽ കയറി ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു, ചോദ്യത്തിന് ഉത്തരം തന്നു. അവർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഉണ്ടോ നിനക്ക്? അവരെന്നെ വീശി, അവരെന്നെ വെട്ടി, അവരെന്നെ കുത്തി, അവരെന്നെ കോൾ ചെയ്തു. നീ ചെയ്തില്ലേ? നീ തെറി വിളിച്ചില്ലേ? നീ തെറി വിളിച്ച് പീഡിപ്പിച്ച എത്ര പേരെ വേണം? നീ പച്ചത്തെറിയല്ലേ വിളിക്കുന്നേ? നീ എന്നിട്ട് ബാക്കിയുള്ളവർ തെറുത്താത്താന്ന് എന്തിനു വിളിക്കുന്ന? പച്ചത്തെറി വിളിക്കുന്ന, മോശം വർത്തമാനം പറയുന്ന, ഇന്നവരെ ഗുണ്ടായിസം കൊണ്ട് നടക്കുന്ന ഒരുത്തനെ വീട്ടിൽ കയറി തല്ലിയ നീ
എരവാദം പറഞ്ഞിരുന്ന് മോങ്ങാൻ നാണയില്ല. ഷെബീന ബീബി എന്നെ പിച്ചി, സജിന എന്നെ മാന്തി, എന്നെ അവള് കടിച്ചി, എന്നെ അവള് പിടിച്ചി, നാണയില്ലടി. ഇരുന്ന് മോങ്ങണേ എന്തിന്? ഇവളെ കണ്ടിട്ടാണോ നിങ്ങൾ പറഞ്ഞത് ഷെബീന ബീബി ബി അവെയർ? മാമനക്ക് മണിമാല. സത്യമായിട്ട് ഞാൻ മത്തങ്ങത്തലയെന്ന് പറയാനാണ് വന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും വിട്ടതില്ല. അപ്പോൾ ശുഭം, നന്ദി, നല്ല നമസ്കാരം. എല്ലാവരും DRDCയിലേക്ക് വെച്ച് പിടിച്ചോളി. അവിടെ എല്ലാ വിധത്തിലുള്ള ടെസ്റ്റുകളും അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത്. 8 മിനിറ്റ് വീഡിയോ ആയതുകൊണ്ടാണ്, ഓഡിയോ ആയതുകൊണ്ടാണ്. ഇതും ചലഞ്ച് ചെയ്തിട്ട് വന്നാൽ ഞാൻ പ്രൂഫും കൊണ്ട് ഇറക്കും. ഇറക്കരുത്. ഇതുവരെയുള്ള നിൻ്റെ കാര്യം. ഈ ചാനൽ വലിയ ആളുകളൊന്നും കാണൂല ഡിസാന. അതുകൊണ്ട് നീ ഇത് മൈൻഡ് ചെയ്യാൻ പോകണ്ട. അല്ല, ഇത് മൈൻഡ് ചെയ്തേ നീ അടങ്ങുളങ്ങി അസ്ഥിവാരം തോണ്ടി വലിച്ച് ഉച്ചത്തെടുത്ത് അവിടെ കൊണ്ടുവന്ന് ഞാൻ വയ്ക്കും. നിൻ്റെ ബ്ലഡിൽ അതുണ്ട് എന്നുള്ളത് നിനക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. നീ അതങ്ങ് അഡ്മിറ്റ് ചെയ്യ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിഷം സാധനം ഉള്ളിൽ പോകാത്ത ഒരു കുട്ടിയും മറ്റൊരു സ്ത്രീയെ നോക്കി തെറി പറയില്ല. നമ്മുടെ നാട്ടിലെ വ്യവസ്ഥ അനുസരിച്ചിട്ട് സ്ത്രീകളെ അവഹേളിക്കുന്നത്, മോശം പറയുന്നത് തെറ്റാണ്. അതാദ്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മളുടെ മക്കളുടെ അടുത്താണ്. നീ ഇത്രയും അവഹേളനം പറഞ്ഞിട്ടും ഇത്രയും നുണപ്രചരണം നടത്തിയിട്ടും എൻ്റെ മകൻ്റെ നാക്ക് ഒരു സ്ത്രീക്കെതിരെ പൊങ്ങിയോ? കണ്ടോ? മിണ്ടി കണ്ടോ? ഇതിനേക്കാൾ തെറി പറയുന്നവരുണ്ട്. പക്ഷേ അവൻ ആ ഒരു വക അവർക്കെതിരെ പറഞ്ഞിട്ടില്ല. പകരം നിയമത്തിൻ്റെ വഴി മാത്രമേ പോയിട്ടുള്ളൂ. അതെന്തുകൊണ്ടെന്നറിയാം? MDMA കഴിക്കാത്തതുകൊണ്ടാ. MDMA കഴിച്ചാൽ അമ്മച്ചിയുടെ കൂടെ ഇരുന്നുകൊണ്ട് ചീത്ത വിളിക്കാൻ പറ്റും. 10ാം ക്ലാസ്സിലോ 18 വയസ്സോ കണ്ടുള്ള ഒരു കുട്ടിയല്ലേ. ആ കുട്ടി ഇരുന്ന് നാട്ടുകാരെ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എന്നെപ്പോലൊരു സ്ത്രീയെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിൻ്റെ ആ ധാഷ്ട്യം ഉണ്ടല്ലോ, അത് നീ മടക്കി അങ്ങ് കോട്ടാഴ്ത്ത് വെച്ചാൽ മതി. നിങ്ങൾ തമ്മിൽ പ്രോബ്ലം കാണും. ആര്? നീയും സജിനും തമ്മിൽ പ്രോബ്ലം കാണും. കാരണം നിങ്ങൾ കൂട്ടമരാവതികളായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ പറയുന്നതിനൊരു കാര്യമുണ്ട്. വീഡിയോ റിയാക്ട് ചെയ്തു എന്നൊരൊറ്റ കാരണം കൊണ്ട് നീ എൻ്റെ തലയിൽ കയറാൻ വരുന്ന എന്ത് അടിസ്ഥാനത്തിലാണ്? നീ കൂട്ടം കൂടി എത്ര നാളായി എൻ്റെ പിന്നാലെ നടന്ന് ആക്രമിക്കുന്നു. ഇവൾ എന്നോടുള്ള ശത്രുത ഒറ്റ കാര്യമില്ല. വിനോ ബാസ്റ്റിൻ എന്ന് പറയുന്നവനിക്കെതിരെ ഞാൻ നിന്നില്ല. ഇവൾ കൊണ്ടുവന്ന അയാളുടെ BF ഉൾപ്പെടെ കൊണ്ടുവന്ന് എനിക്ക് ഇട്ട് തന്നിട്ട് ഞാൻ റിയാക്ട് ചെയ്തില്ല. അതിനുവേണ്ടി ആ ഒരൊറ്റ അതുകൊണ്ടാണ് ഇവൾ എനിക്കെതിരെ ഇത്ര ഇതായിട്ട് നിന്നത്. മനസ്സിലാക്കിക്കൊള്ളുക. ഞാനും അയാളും തമ്മിൽ യാതൊരു പ്രോബ്ലവും ഇല്ല. ഇല്ലാത്തടത്ത് അയാൾക്കെതിരെ ഈ സാധനം കൊണ്ടുവന്ന് ഇവക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്തില്ല. അവളെന്താ പെയ്ഡ് സാധനമാണെന്ന് വിചാരിച്ചു ഞാൻ. അതേപോലെ മറ്റൊരു കുട്ടിയുണ്ട്, ഡോക്ടർ കുട്ടി. ആ കുട്ടിയുടെ സഹോദരിയെ വിളിച്ച് തെറി വിളിച്ചപ്പോൾ അന്ന് ഞാനൊരു വീഡിയോ ചെയ്തു. തെണ്ടിത്തരമാണ്, കൊച്ചുമക്കളെ പറയലെന്ന്. അതുകൊണ്ട് ഞാൻ കൊച്ചുമക്കളെ പറയുന്നവളാക്കി പിറകിൽ നിന്ന് കളിച്ച സാധനമാണിത്. ശത്രുതയൊക്കെ ആവാം, പക്ഷേ ഒരാളെ ടാർണിഷ് ചെയ്ത് ഇല്ലാതാക്കുന്ന ശത്രുത പാടില്ല. പിന്നെ നീ MDMA അടിച്ചെന്നും പറഞ്ഞുകൊണ്ട് നിനക്ക് സോഷ്യൽ സർവീസ് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്നൊന്നുമില്ല ആരും. അതൊക്കെ ചെയ്യാം, അതൊന്നും ഒരു തെറ്റൊന്നുമില്ല. അങ്ങനെ ചെയ്തവർക്കും അത് റിക്കവർ ചെയ്ത് വരാനുള്ള ഒരു വഴിയും ഉണ്ട് തന്നെയാണ്. പക്ഷെ നിൻ്റെ ഈ മനസ്സിലുള്ള ആ കീടമുണ്ടല്ലോ, മറ്റൊരാളെ നശിപ്പിച്ചിട്ട് നിനക്ക് നേടണമെന്നുള്ളത്, അത് ഒരു സോഷ്യൽ സർവീസ് ചെയ്യുന്ന വ്യക്തിക്ക് ചേർന്നതല്ല. റിവെഞ്ച് മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയും ശോഭ കൊടുക്കത്തില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വിവാഹബന്ധം വേർപെട്ടു, അതിനകത്തുള്ള ട്രബിൾസ്, ഇതൊക്കെ മനസ്സിലാവും. കോമൺ സെൻസ് ഉള്ള ഒരു തന്നെയാണ്. ഞാനും വിവാഹമോചിതയായ ഒരു സ്ത്രീ തന്നെയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനിക്കാൻ പറ്റും. എൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ എന്നെപ്പറ്റി മോശം പറഞ്ഞു കഴിഞ്ഞാൽ അന്നും കൂടി അവർ പറയും. ഞാൻ അവർക്കെതിരെ ഒരു കേസ് കൊടുക്കാനോ അവരെ നശിപ്പിക്കാനോ അയാൾ മറ്റൊരു വിവാഹം കഴിക്കാതിരിക്കാനോ ഒന്നും ഒരു ബ്ലോക്ക് ചെയ്ത സ്ത്രീയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുടുംബ ബന്ധങ്ങളെന്ന് നല്ല പോലെ മനസ്സിലാക്കും. മറ്റുള്ളവരെ നശിപ്പിച്ചിട്ട് ഞാൻ നേടണമെന്ന് ഞാൻ ഇന്നവരെ ആഗ്രഹിച്ചിട്ടുമില്ല. എന്നെ പുകഴ്ത്തി ഞാൻ മടുത്തിഞ്ഞ് നിങ്ങൾ എന്നെ കുറച്ച് പുകഴ്ത്തിയും കമൻറ്റിൽ കൂടെ, അത്രയേ ഉള്ളൂ. ഞാനിത് തമാശ രൂപേണ പറയുമ്പോൾ പലരും പറയും ഇതേ തമാശ പറയണമെന്ന്. എനിക്കിതൊക്കെ സത്യത്തിൽ തമാശയായിട്ടാണ് തോന്നുന്നത്. കുറേ ദിവസമായിട്ടിരുന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. ഈ വെല്ലുവിളിക്കുന്നവൾ എല്ലാ ചാനലിലും പോയിരുന്ന് കരയുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷെഫീന ബീവി എന്നെ തെറി പറഞ്ഞു, ഷെഫീന ബീവി എന്നെ മോശം പറഞ്ഞു, ഷെഫീന ബീവി എന്നെ പിച്ചി എന്ന് കരയുന്നവളാണോ എന്നെ അടിക്കാൻ നടക്കുന്നത്? നീ അഡ്രസ്സ് പറയടി, നിൻ്റെ വീട്ടിൽ കയറുന്നു. അഡ്രസ്സ് പറഞ്ഞാൽ നീ എന്തിന് വീട്ടിൽ കയറുന്നത്? നീ വീട്ടിൽ കയറിയ പോലീസുകാർ നോക്കിക്കൊണ്ട് നിൽക്കും, ഇവിടുത്തെ പൊതുസമൂഹം നോക്കിക്കൊണ്ട് നിൽക്കും. നീ പറഞ്ഞ എന്താണ്? നിന്നെ തല്ലിയിട്ട് ജയിലിൽ പോയാലും പോകുമെന്ന്. ഇപ്പം നിനക്ക് മനസ്സിലായ നിന്നെ തല്ലാൻ തന്നെ നിന്റെ വീട്ടിൽ കയറിയത്. നിന്റെ വീട്ടിൽ വന്ന് നിന്ന് വെല്ലുവിളിച്ച് നീ പേടിച്ച് തൂറി പോലീസിനെ വിളിച്ചത് നീയാണ്. എനിക്ക് അങ്ങനെ ഒരു ചരിത്രമില്ല. എൻ്റെ വീട്ടിൽ കയറിയെങ്കിൽ അവിടെ ഒന്ന് കക്കൂസിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പൊയ്ക്കുമെന്ന് ഞാൻ പറയും. അത്രയേ ഉള്ളൂ. ആക്ഷൻ ടേക്കൺ ലേറ്റർ ഓൺ വാട്സ്. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ചെയ്യേണ്ടത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്തിരിക്കും എന്നുള്ളതാണ് ഷെഫീന ബീബി എന്ന് പറയുന്ന സ്വയം പുകഴ്ത്തുന്ന സ്വയം പൊക്കിയായ ഞാൻ. ഓക്കെ, ഇതീ കൂടുതലൊന്നും ഇനി എന്നെ പുകഴ്ത്താൻ പറയും. എന്നാലും എന്തിടി മോളെ, ഇടി കൈകസ്തൂരി കൊടുക്കാടി. ഞാൻ വിട്ടടി നിന്നെ. നമുക്ക് വഴക്കുണ്ടാക്കണ്ട. നീ DRDC വിട്, നീ എല്ലാം വിട്.
ഇതൊക്കെ കളഞ്ഞിട്ട് സുഖമായിട്ട് സുഖസുന്ദരമായിട്ട് പോ, നന്നായിട്ട് ജീവിച്ചു പോ കേട്ടാ. പോ, ഈ മറുപടി പറയില്ല പറഞ്ഞുകൊണ്ട് വരരുത്. എൻ്റെ മറുപടി ഇത്രയൊക്കെ ഉള്ളൂ, ഞാൻ പോകണം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേടാ പ്ലീസ്. എൻ്റെ സെക്കൻഡ് ചാനലിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ചുമ്മാ ഒരു രസം.